ഹലോ ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ്. സ്റ്റഡി വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനി സ്റ്റഡി വ്ലോഗാണ്. നാളെ എനിക്ക് എക്സാംസ് ഉണ്ട്. അപ്പോൾ എക്സാമിനുള്ള പ്രിപ്പറേഷനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമാണ്. ഞാൻ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ, ബട്ട് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഫിസിക്സ് എനിക്ക് 5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പം 5 ചാപ്റ്ററും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഞാൻ ഫിസിക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണെങ്കിലും എക്സാം ആയി കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ പേജ് പെട്ടെന്ന് മറിച്ച് വായിക്കുന്നതല്ല. ഞാൻ ഇത് വീഡിയോ നമ്മൾ സ്പീഡാക്കുമ്പം 49 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ വീഡിയോ. ഞാനത് എത്ര മിനിറ്റ് 9 മിനിറ്റ് അങ്ങാണ്ടാക്കി കുറച്ചപ്പം. അങ്ങനെ സ്പീഡ് കൂടുന്നത് കൊണ്ടാണ് അതിങ്ങനെ പെട്ടെന്ന് മറിച്ച് വായിക്കുന്ന പോലെ തോന്നുന്നത്. ഞാൻ നന്നായിട്ട് ബുക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. സോ ഒരു ചുളിവ് പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഗൈഡ് ഉണ്ട്. ആ ഗൈഡിനകത്ത് വരെ ഞാൻ ഒരു പേപ്പറിട്ട് പൊതിഞ്ഞ് വെച്ചേക്കാണ്. എനിക്ക് എന്തായാലും നല്ല വൃത്തിക്കിരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊതി ഇളകിപ്പോവും, അത് നോർമലാണ്. പക്ഷേ ബുക്ക് നല്ലതായിട്ടിരിക്കണം. ഞാനകത്ത് വരയ്ക്കുകയൊക്കെ ചെയ്യും. മീൻസ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ കോൺകേവ് മിററിൻ്റെയും എഫും യുവും വിയും നെഗറ്റീവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ്റെ സയൻസാണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പം നമ്മൾ കൂടുതലും എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കാം. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്ത് നോക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. SSLCയുടെ കാര്യം എനിക്കറിയത്തില്ല. അപ്പം ക്രിസ്മസ് എക്സാമിനൊക്കെ ഞാൻ നോക്കിയപ്പോൾ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കുകയും ചെയ്യും, എക്സാമിന് നമുക്ക് നന്നായിട്ട് എഴുതാനും കഴിയും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക്, ഞാൻ ഇപ്പോൾ ഇവിടെ ലേബർ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ ബാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ച് ചെയ്ത് നോക്കുന്നതിലൂടെ നമുക്ക് ഇച്ചിരൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഫിസിക്സ് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഫിസിക്സ് എന്നും ഒരു അരമണിക്കൂർ വെച്ച് മാറ്റി വെക്കാൻ, ഫിസിക്സിന് വേണ്ടി മാറ്റി വെക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്കത് കൂടിപ്പോയ ഒരു മാസം, അല്ലെങ്കിൽ എനിക്കൊരു മാസം മതിയായിരിക്കാം. എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കുവാണെങ്കിൽ എനിക്ക് ഫിസിക്സ് ഒരു മാസം കൊണ്ട് നന്നായിട്ട് എടുക്കാൻ കഴിയും. പക്ഷേ ആസ് യു ഗൈസ് ക്യാൻ സീ, ഞാൻ അത്ര കോൺസ്റ്റൻ്റ് അല്ല. എല്ലാം മന്ത്ലി ടു ഡൂവിനകത്ത് ഞാൻ എഴുതി വെക്കും എന്നും ഫിസിക്സ് പഠിക്കണമെന്ന്. പക്ഷേ അത് കൂടിപ്പോയ ഒരാഴ്ച പോലും നിൽക്കില്ല. അതിന് മുമ്പേ എനിക്ക് മടി പിടിച്ച് തുടങ്ങും. പക്ഷെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതും നമുക്ക് തന്നെ ആയിരിക്കും. എനിക്കിപ്പം ഫിസിക്സ് എന്ന് പറയുന്നത് നാളത്തേക്ക് 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഞാൻ നേരത്തെ പഠിച്ച ചാപ്റ്ററാണ്. ഞാൻ റിവൈസ് ചെയ്യാഞ്ഞതിൻ്റെ കാരണത്താൽ തന്നെ ഞാൻ എല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ഈ വീഡിയോയിൽ 2 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ. ബാക്കി 3 ചാപ്റ്റർ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനത് രാത്രിയിലാണ് പഠിച്ചത്. ഞാൻ നോർമലി വീഡിയോ എടുത്തുകൊണ്ട് പഠിക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം അത് 3 ചാപ്റ്ററും കൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാതിരിക്കുവാണെങ്കിൽ നാളെ രാവിലെ ആയാലും ഞാൻ തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത്. 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നോർമലി ഇരുന്നല്ല പഠിക്കാറുള്ളത്, നടന്നുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ചിലപ്പോൾ ബാൽക്കണിയിൽ പോയി നടക്കും, അല്ലെങ്കിൽ ടെറസിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അങ്ങനെ നടന്നാണ് പഠിക്കാറുള്ളത്. അങ്ങനെ നടന്ന് പഠിക്കുമ്പോഴാണ് എനിക്ക് ഇച്ചിരൂടെ തലയിൽ കയറുന്നത്. എനിക്ക് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടും ഇച്ചിരൂടെ കംഫർട്ടബിൾ നടന്ന് പഠിക്കലാണ്. അപ്പം അതൊക്കെ എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കൂടെയാണ് ഞാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അപ്പം എന്നെപ്പോലെ നടന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇരുന്ന് പഠിക്കുന്നതെന്ന് പറയുന്നത് മാത്സ് പഠിക്കും. അങ്ങനെ ഇരുന്ന് പഠിക്കാറുണ്ട് മാത്സ്. എനിക്ക് മാത്സ് അത്ര പാടായിട്ട് തോന്നിയിട്ടില്ല. മാത്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റാണ്. നമ്മളത് ഇച്ചിരിയും കൂടെ ഒന്ന് മനസ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സിമ്പിളായിരിക്കും. നമ്മൾ കുഞ്ഞിലേ പഠിച്ച് വരുമ്പോൾ ഇച്ചിരി കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാത്സിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
ഞാൻ നോർമലി ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പം അവിടെ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കും. ആ ചാപ്റ്ററിൻ്റെ ഫ്രണ്ട് പേജിലാണ് സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് വെക്കാറ്. ആ ചാപ്റ്ററിൽ ഇപ്പം എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് തിയറംസ് അതെല്ലാം എഴുതി അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കും. എൻ്റെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണ്. മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അത് 1 അരിത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുമ്പം ആ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ച് വെക്കാറുണ്ട്. മാത്സിനൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മളത് പിന്നെ ഒരു പെട്ടെന്ന് എക്സാമിന് കയറുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഒരു ഇക്വേഷൻ ഒന്ന് പെട്ടെന്ന് നോക്കണമെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമുക്കൊന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണമെങ്കിലും അതിനകത്ത് നമുക്ക് റിഫർ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നടന്ന് പഠിക്കുന്ന ഒരാളാണെന്ന്. അപ്പം ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സ്റ്റഡി സ്പേസ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം ടേബിളിലായിരുന്നു പഠിക്കുന്നതെങ്കിൽ പിന്നെ ബെഡിലാക്കും. പിന്നെ ബെഡിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ടേബിളിൽ വരും. എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെസ്സാണ്. എത്ര വൃത്തിയാക്കിയാലും ഞാൻ പഠിച്ച് കഴിയുമ്പോഴത്തേനും അത് വീണ്ടും പഴയ കോലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ടേബിളിൽ ഇരുന്ന് കൂടുതലും പഠിക്കാറില്ല. നോട്ട് എഴുതണമെങ്കിൽ അങ്ങനെ ടേബിളിൽ വന്നിരിക്കും. അല്ലാതെയെന്ന് പറയുമ്പം ഞാൻ ബെഡിൽ ഇരുന്നാണ് പഠിക്കാറ്. നടന്നാണ് പഠിക്കുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് ടേബിൾ കുളമായിട്ട് കിടക്കുന്ന ഒരു സീനല്ല. പിന്നെ ഇരുന്ന് മടുത്തപ്പോൾ ഞാനങ്ങ് എണീറ്റ് പഠിച്ചു. എണീറ്റ് നിന്ന് കസേര എടുത്ത് മാറ്റിയിട്ടിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എണീറ്റ് നിന്നായിരുന്നു പഠിച്ചത്. പിന്നെ എഴുതി പഠിക്കാൻ നേരത്ത് വീണ്ടും ഇരുന്നു. ബൈ ദ വേ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ എക്സാംസ് ആയതുകൊണ്ട് ഭയങ്കര ബിസിയായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇതേപോലെ വ്ളോഗ്സ് കാണുമായിരുന്നു. യൂട്യൂബിൽ സ്റ്റഡി വ്ളോഗ്, ഷോപ്പിംഗ് വ്ളോഗ്, അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. ഞാനിതൊക്കെ കണ്ട് അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് ആക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളൊക്കെ പ്രൊഡക്റ്റീവ് ആവും, ചില ദിവസങ്ങളിൽ ആസ് യൂഷ്വൽ ലേസിനെസ് ആയിരിക്കും. അവിടെ വലിയ കാര്യത്തിന് ബുക്കൊക്കെ എടുത്ത് വെക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം. അന്നത്തെ ദിവസമൊക്കെ ഫുള്ള് ടു ഡു ലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് രാത്രി അത് ടിക്ക് ഓഫ് ചെയ്യുമ്പം അത് ഭയങ്കര എന്താ പറയുക, ഒരു ഫീലിംഗാണ്. നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് ആ ടു ഡു ലിസ്റ്റിൽ നമ്മൾ ടിക്ക് ചെയ്യുമ്പം ആ ഒരു ഫീലിംഗ് അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. അത് ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്തുള്ള ആൾക്കാർക്കറിയാം. ഇനി 90 അല്ല, ഇനി 84 ഡേയ്സ് മാത്രമേ ഉള്ളൂ ബാക്കി. ഞാൻ ഷൂട്ട് ചെയ്തത് കുറേ ദിവസം മുമ്പാണ്. സോ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ബൈ ബൈ.